സർക്യൂട്ടാണ്, ഒരു ബ്രിഡ്ജ് ടൈപ്പാണ്. എ ബി എന്ന് പറഞ്ഞാൽ 10 ഓം ആണ്, ബി സി എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞാൽ 100 ഓം ആണ്, ബി സി എന്ന് പറഞ്ഞാൽ 10 ഓം ആണ്, സി ഡി എന്ന് പറഞ്ഞാൽ 4 ഓം ആണ്, ഡി എ എന്ന് പറഞ്ഞാൽ 5 ഓം ആണ്. ബി ടി വിനൊരു ബി ഡിയിലൂടെ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് തെവനിയൻ ഉപയോഗിച്ചിട്ട് അതിലൂടെയുള്ള ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സപ്ലൈ വോൾട്ടേജ് 10 ആണ്. ആദ്യം ആ ഗാൽവനോമീറ്റർ എടുത്ത് കളയുന്നു. ഗാൽവനോമീറ്ററിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസിന് 20 ഓം അവിടെ കാണിച്ചിട്ടുണ്ട്. 20 ഓം നമ്മളവിടെ പ്ലേസ് ചെയ്യുകയും ചെയ്യുന്നു. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ട് ഇതുപോലെ ഉണ്ടാവും. ഇപ്പം ഇതിന് എക്രോസ് ബി ഡിയുള്ള വോൾട്ടേജ് കണ്ടുപിടിച്ചാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് കാണാൻ പറ്റുള്ളൂ, തെവനിയൻ വോൾട്ടേജ് കാണാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഈ 10 വോൾട്ട് എന്ന് പറയുന്നത് ഇതിനൊക്കെ പാരലലാണ്. 100+10ന്റെ കോമ്പിനേഷനും 50+4ന്റെ കോമ്പിനേഷൻ. അത് ആർക്ക് കണ്ടാലും മനസ്സിലാവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എക്കും സിക്കും ഇടയിലാണ്. അപ്പോൾ ഇത് രണ്ടും പാരലാണ്. സോറി, ഇത് രണ്ടും സീരീസ് ആണ്, പക്ഷേ ഇത് പട്ടത്തിന് വോൾട്ടേജിന് ഇതാണ്. അപ്പോൾ ഈ ബ്രാഞ്ചിലൂടെ എ ബി സി ഇ എന്ന് പറയുന്ന ഈ ബ്രാഞ്ചിലൂടെ പോകുന്ന കറണ്ട് ആദ്യം കണ്ടുപിടിക്കുക. അതായത് 10/100+10, 10/110 കിട്ടും. അതിനോടുകൂടെ 10 ഗുണിച്ചാൽ ഈ 10 ഗുണിച്ചാൽ സീന് റെസ്പെക്റ്റ് ആയിട്ടുള്ള ബീൻ്റെ വാല്യൂ കിട്ടും. എന്നത് 10×10/110 ചെയ്താൽ മതി. അതേപോലെ തന്നെ ഈ 50 ഓമിനും 5 ഓമിൻ്റെയും കോമ്പിനേഷന് പാരലാണ് ആരെന്ന് പറയുന്നത് ഈ 10 ഓം. അപ്പോൾ രണ്ട് പാരലൽ ബ്രാഞ്ചുകളാണ്, എ ബി സിയും എ ഡി സിയും. അപ്പോൾ ഇതിലൂടെയുള്ള ഈ ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട് കാണാൻ വേണ്ടിയിട്ട് 10/50+4 54, 10/54 ഗുണം 4 കണ്ടാൽ ഡിയും സിയും ഇതായി. അപ്പോൾ സി റെസ്പെക്റ്റ് ആയിട്ട് ബിയും കിട്ടി എയും കിട്ടിയാൽ ബി ഡി കിട്ടാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ലോസ് പാത്തിൽ എന്താ അപ്ലൈ ചെയ്യുക, KVL അപ്ലൈ ചെയ്യുക, ക്രിച്ച്ഹോഫ് വോൾട്ടേജിലും അപ്ലൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, കറണ്ട് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായും ബി സി ഡി ഇ എടുക്കാം. അപ്പോൾ ബി എന്ന് പറയണത് ബി ആണ് പോസിറ്റീവ് എന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ പോസിറ്റീവ് ആണ് എങ്കിൽ ബി ആണ് പോസിറ്റീവ് എങ്കിൽ ഇത് നെഗറ്റീവായിട്ട് വരും അല്ലേ. ബി ടു ബി മീൻസ് ബി പോസിറ്റീവും ഡി നെഗറ്റീവായിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്താ പറയുക, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് ഒഴുകുക. അങ്ങനെയാണെങ്കിൽ 0.94 മൈനസ് 0.99 മൈനസ് 0.907 മൈനസ് 0.017. ഇത് ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാത്രം കറണ്ട്, അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ ബി ടു സി ഇത് പ്ലസും ഇത് മൈനസും ആണ്. ഓക്കെ, അതേപോലെ ഡിയും ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ്. ഇവിടെ കറണ്ട് ഡയറക്ഷൻ മാറ്റിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ പൊളാരിറ്റി മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മളിതിൽ പൊളാരിറ്റി മാർക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ മാർക്ക് ചെയ്യണം, നമ്മളൊരു പ്ലസ് ചിഹ്നം ഇൻസേർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഒരു പ്ലസ് ചിഹ്നം ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചോളാം. പ്ലസ് ചിഹ്നം ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് പ്ലസ്. ഓക്കെ, അതേപോലെ ഇവിടെയാണ് പ്ലസ് എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇവിടെയാണ് പ്ലസ്. ഓക്കെ, ദെൻ ഇവിടെയാണ് മൈനസ്, ഇതാണ് മൈനസ്, ഇതാണ് മൈനസ്. ഓക്കെ, എന്നാൽ അതേസമയം ബിയും എയും തമ്മിൽ കൺസിഡർ ചെയ്യുമ്പോൾ ബിയും ഡിയും തമ്മിൽ കൺസിഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് പ്ലസ് എങ്കിൽ ഇവിടെയാണ് മൈനസ്. അപ്പോൾ പ്ലസ് ടു മൈനസ് ആണ് നമ്മൾ മൈനസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ പ്ലസ് ടു മൈനസ് ആണ് മൈനസ് ആക്കി എടുക്കേണ്ടത്. ഒരേ ഡയറക്ഷനിൽ പോകണം. പ്ലസ് ടു മൈനസിന്
ആദ്യത്തെ 10 ഓമിന് അക്രോസ് ഉള്ളത് അല്ലെങ്കിൽ ബി ഡി എന്ന് പറയുന്നതിനെ പോസിറ്റീവായിട്ട് എടുത്താൽ ഇതിനെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കേണ്ടി വരും. ഇവിടുന്ന് അങ്ങോട്ടാണ് പിന്നെ വരുന്നത്. ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നമ്മൾ പൊട്ടൻഷ്യൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ബി വിത്ത് റെസ്പെക്ട് സി ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഡി വിത്ത് റെസ്പെക്ട് സി ആണ് കണ്ടുപിടിച്ചിരിക്കണമെങ്കിൽ സി ആണ് കോമൺ ആക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ സി ആണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ബിന്ന് തുടങ്ങി സി ഡി ഇ ആണെങ്കിൽ ബി ടു സി വരെയുള്ള പൊട്ടൻഷ്യൽ വിത്ത് പൊട്ടൻഷ്യൽ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു സി ഡബ്ല്യു ആർ ടി വിത്ത് റെസ്പെക്ട് ടു എന്ന് പറയുന്ന സാധനം ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ അത് പ്ലസ് എടുത്തു. പ്ലസ് 0.907 എന്നിട്ടു. അതേസമയം പിന്നെ ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പോവാം ഇങ്ങനെയും പോവാം. ഞാൻ പോകുന്നത് ഇങ്ങനെയാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇപ്പോഴും പോകുന്നത്. സി ടു ഡി വരെ പോകുന്നത്. സി ടു ഡി എന്ന് പറഞ്ഞാൽ മൈനസ് ടു പ്ലസ് ആയി മാറി, അതുകൊണ്ടാണ് മൈനസ് എടുത്തത്. അതുപോലെ ഡി ടു ബി എന്ന് പറയുന്നത് വീണ്ടും മൈനസ് ടു എന്താണ് മൈനസ്, ഇവിടെ മൈനസ് ആണ്. ഏത് റെസ്പെക്ട് നോക്കുമ്പോൾ ബിയും ഡിയും തമ്മിൽ കൺസിഡർ ചെയ്യുമ്പോൾ ബി പോസിറ്റീവ് ആണെങ്കിൽ സി നെഗറ്റീവ് ആണെങ്കിൽ അതുമാതിരി തന്നെ ഡിയും നെഗറ്റീവ് ആണ്. ബിയും ഡിയും തമ്മിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് ആണ്, അതുകൊണ്ടാണ് ബി സി ഡി നെഗറ്റീവ് ആക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ബി സി ഡി എന്ന് പറഞ്ഞാൽ 0.909 നിന്ന് 0.74 കുറച്ചാൽ 0.168 കിട്ടും. അതാണ് നമുക്ക് തെവനിയൻ എന്ന് പറയുന്ന വോൾട്ടേജ്. ഇനി സർക്യൂട്ട് വരക്കുമ്പോൾ തെവനിയൻ സർക്യൂട്ട് വരക്കുമ്പോഴും ബിയിലേക്ക് പോസിറ്റീവ് ടെർമിനലും ഡിയിലേക്ക് നെഗറ്റീവ് ടെർമിനലുമാണ് മാർക്ക് ചെയ്യുക. അടുത്തത് തെവനിയൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. 10 വോൾട്ടേജ് ഷോർട്ട് ചെയ്താൽ നേരെ എവിടെ വരും? ബി എക്കും സിക്കും ഇടയിൽ വരും. ഇനി എക്കും സിക്കും ഇടയിൽ വരുമ്പോൾ ഈ സർക്യൂട്ട് ഒന്നും കൂടെ എങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. എങ്ങനെ പോയി 10 അതായത് സിയും ഡി എ എന്ന് പറയുന്ന പോയിന്റും സി എന്ന് പറയുന്ന പോയിന്റും ഒന്നാണ് എന്ന് മനസ്സിലായാൽ മാത്രമേ എന്ത് മനസ്സിലാക്കാൻ കഴിയൂ? ഈ ചിത്രം വരച്ചാൽ മാത്രമേ, പലവട്ടം വീഡിയോ കണ്ട് ഈ ചിത്രം വരച്ചാൽ മാത്രമേ എയും സിയും ഒന്നാണെന്ന് മനസ്സിലായി അങ്ങോട്ട് കൂട്ടി വരുമ്പോഴാണ് ഈ 10ഉം 10ഉം പാരലൽ, 100ഉം 10ഉം പാരലൽ. 100 × 10 ഡിവൈഡഡ് ബൈ 100 + 10 100 + 10 100 + 10 എന്ന് പറയുമ്പോൾ 110 അല്ലേ? 1000 ഡിവൈഡ് ബൈ 110 110 ഡിവൈഡഡ് 100 ഡിവൈഡ് ബൈ 11. ഇനി 50, അതായത് ഈ ഭാഗം ഡി ഇവിടെ നിർത്തിയിട്ട് എയും ബി ഒരേ പോയിന്റ് ആണ്. പിന്നെ കൂട്ടി യോജിപ്പിച്ചാൽ 50 × 4 ഡിവൈഡ് ബൈ 50 + 4 വരും. ദാറ്റ് ഈസ് 200/54 വരും. 100 ഡിവൈഡഡ് ബൈ 27 ഓം വരും. രണ്ടും ഇപ്പോൾ ഈ കോമ്പിനേഷൻ ബിയും എ സിൻ്റെ ഈ കോമ്പിനേഷൻ ഒരു ഭാഗത്തും സിയും ഡിൻ്റെയും കോമ്പിനേഷൻ ഒരു ഭാഗത്തുമാണെങ്കിൽ രണ്ടും സീരീസ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 12.7 ഓം വരും. ഈ ഭാഗവും കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ഓമായി. അപ്പോൾ ആദ്യം കിട്ടിയ വോൾട്ടേജ് 0.168 ആണ്. അതിൻ്റെ ബിയിലേക്ക് പോസിറ്റീവും കണക്ട് ചെയ്തിട്ടുണ്ട്, ഡിയിലേക്ക് നെഗറ്റീവും കണക്ട് ചെയ്തിട്ടുണ്ട്. 12.7 ഓം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ 20 ഓമിന് ഗാൽവനോമീറ്ററിന് അവിടെ തിരികെ വെച്ചാൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 20 + 12.7 ആണ്, 32.79 വരും. കറണ്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0.6168 ആണ്, ഡിവൈഡഡ് ബൈ 32.79 എന്നാൽ 5 മില്ലി ആംപിയർ അല്ലെങ്കിൽ 0.005 ആംപിയർ ആണ്. Okay, thank you for watching this video.